Minister. Don't be a laughing stock. Yes. Don't be a laughing stock. പാർലമെന്റിൽ ഇന്നലെ DMK നേതാവ് എ രാജ സംസാരിക്കുന്ന ഒരു വീഡിയോ വൈറലാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ കിരൺ റിജിജു, സാംബിത് പത്ര ഒക്കെ നാഗർവാല സ്കാൻഡൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നപ്പോഴാണ് എ രാജ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് പാർലമെന്റിൽ എന്താ നടന്നതെന്ന് കാണാം. അതിനുശേഷം വിശദമായിട്ട് എന്താണ് നാഗർവാല കേസ് എന്നും പരിശോധിക്കാം. ഇന്നലെ പാർലമെന്റിൽ ബാങ്കിംഗ് ലോ അമെൻമെന്റ് ബില്ല് 2024 അവതരിപ്പിക്കുക, അതിന്റെ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്താണ് സാംബിത് പത്ര 1971 നാഗർവാല സ്കാൻഡലിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇന്ദിരാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പുരിയിൽ നിന്നുള്ള BJP MP സാംബിത് പത്ര പറഞ്ഞത്. And he heard the voice of Mrs. Indira Gandhi, the then Prime Minister. Indira Gandhi said in 1971 to Nagarwala, 60 lakh rupees de do. അദ്ദേഹം പറഞ്ഞ 1971 മെയ് 24 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിന്റെ പാർലമെന്ററി ശാഖയിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ബാങ്ക് മാനേജർ ശ്രീ വേദ് പ്രകാശ് മൽഹോത്ര ഫോൺ എടുത്തു. മറുവശത്തെ ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടി. അത് ഇന്ദിരാഗാന്ധിയുടെ ശബ്ദമായിരുന്നു. നാഗർവാലയ്ക്ക് 60 ലക്ഷം രൂപ നൽകാൻ അവർ ബാങ്ക് മാനേജരോട് നിർദ്ദേശിച്ചു. ഇന്ദിരയുടെ വാക്ക് കേട്ട് 60 ലക്ഷം രൂപ ബാങ്കിൽ നിന്നെടുത്ത് നാഗർവാലയ്ക്ക് മാനേജർ കൊടുത്തു. പിന്നീട് ഈ വിഷയത്തിൽ റെഡ്ഡി കമ്മീഷൻ അന്വേഷണം നടത്തി. ഇന്ദിരാഗാന്ധിയുടെ പേര് പുറത്തു വന്നില്ലെങ്കിലും അവർക്ക് പൂർണ്ണമായി ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഇന്നും അതേ ബാങ്കിംഗ് തട്ടിപ്പിന്റെ ഒരു ത്രില്ലിംഗ് സ്റ്റോറിയാണ് ഈ നാഗർവാല കേസ്. ഫോൺ ബാങ്കിംഗ് സിസ്റ്റം എന്നാണ് സാംബിത് പത്ര പറഞ്ഞത്. ഇത് കേട്ടിട്ടാണ് എ രാജ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. Now the honorable member is saying in 1971 Indira Gandhi picked up the phone and the loan was granted by State Bank. Is it within the bill? Yeah. Are you having any substantial evidence? Where is the evidence? രാജ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? വെറുതെ ഒരു പരിഹാസപാത്രമാവില്ലേ നിങ്ങൾ എന്തിനാണ് വെറുതെ ചിരിക്കുന്നത്? സർ, ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം നിഷികാന്ത് സഭയിൽ പറഞ്ഞു 94 ഗോഗോയ് പരിധി വിടുന്നുവെന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നു 1971 ഇന്ദിരാഗാന്ധി ഫോൺ എടുത്തപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ലോൺ കൊടുത്തു എന്ന് പറയുന്നു. ഇതൊക്കെ ഈ ബില്ലിലുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? എവിടെയാണ് നിങ്ങളുടെ തെളിവ്? ഇന്ദിരാഗാന്ധി ഈ സഭയിലില്ല. ഈ ബില്ലിന്റെ ചർച്ച എന്ന പേരിൽ നിഷികാന്ത് ദുബെ ഒരു കാരണവുമില്ലാതെ ഇന്ദിരാഗാന്ധിയുടെ പേര് വലിച്ചിഴച്ചു. അത് യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങളിൽ. അതിനെല്ലാം താങ്കൾ അനുമതി നൽകുകയും ചെയ്യുന്നു. ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ അതിന്റെ റൂളിംഗ് കാണിക്കുക എന്ന് പറഞ്ഞാണ് ഈ രാജ പൊട്ടിത്തെറിക്കുന്ന ഈ വൈറൽ വീഡിയോ. അപ്പൊ ഈ സമയത്ത് പിന്നെ കിരൺ റിജിജു ഇടപെടുന്നു. ഈ സാംബിത് പത്ര പറഞ്ഞത് ഒരു യഥാർത്ഥ സംഭവമാണ്, അല്ലാതെ ഉണ്ടാക്കിയെടുത്ത കഥയൊന്നല്ല, നിലവിലുള്ള കേസാണ്, അതിനെ റെഫർ ചെയ്യുക മാത്രമാണ് സാംബിത് പത്ര ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം KC വേണുഗോപാൽ സംസാരിക്കുന്നു. Indira Gandhi was assassinated. She is a martyr of this country. She fought against Pakistan and won the war. KC വേണുഗോപാൽ പറയുന്നത്, സാർ, നമ്മൾ ഇവിടെ ബാങ്കിംഗ് നിയമത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷം യഥാർത്ഥത്തിൽ അവരുടെ എല്ലാ പരിധിയും വിട്ടിരിക്കുന്നു. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. അവർ ഈ രാജ്യത്തിന്റെ രക്തസാക്ഷിയാണ്. പാകിസ്ഥാനെതിരെ യുദ്ധം നയിച്ചവർ ആ യുദ്ധം ജയിച്ചവരാണ്. പാകിസ്ഥാനുമായുള്ള യുദ്ധം ജയിച്ചപ്പോൾ അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ളവർ ഇന്ദിരാഗാന്ധിയെ വിളിച്ചത് ദുർഗ എന്നാണ്. എന്താണ് സാംബിത് പത്ര ഇന്ന് അവരെ വിളിക്കുന്നത്? ഇന്ദിരാഗാന്ധി ഫോൺ എടുത്ത് കറക്കി ബാങ്ക് മാനേജറെ വിളിച്ച് ലോൺ ലഭ്യമാക്കി എന്ന് പറയുന്നു. അവർക്ക് ഇത് എങ്ങനെ പറയാൻ സാധിക്കുന്നു? അവരെന്താണ് അന്ന് ഇവിടെ സന്നിഹിതരായിരുന്നു? എവിടെ നിന്ന് കിട്ടുന്നു ഇത്തരം വിവരങ്ങൾ? അതോടെ സ്പീക്കർ ഓം ബിർള ഇടപെടുന്നു. പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പേര് സഭാരേഖകളിൽ നിന്ന് നീക്കാമെന്ന് പറയുന്നു. അതോടെയാണ് ഈ ബഹളം ഒന്ന് ഒതുങ്ങുന്നത്. അപ്പൊ ഇത്രയേറെ കോലാഹലങ്ങൾക്കിടയാക്കി നാഗർവാല കേസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറന്നുപോയവർക്ക് വേണ്ടി ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കാം. 1971 മെയ് 24 ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൻസദ് മാർഗ് ബ്രാഞ്ചിലേക്ക് ഒരു കോള് വരികയാണ്. ചീഫ് കാഷ്യർ വേദ് പ്രകാശ് മൽഹോത്രയ്ക്കാണ് ഫോൺ കോള്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പേര് പരമേശ്വർ നാരായൺ ഹക്സർ, PN ഹക്സർ എന്ന് അറിയപ്പെടുമെന്ന് പരിചയപ്പെടുത്തിയിട്ട് അയാള് പിന്നെ മൽഹോത്രയോട് പറഞ്ഞു, പ്രധാനമന്ത്രി ബംഗ്ലാദേശിലേക്ക് ഒരു രഹസ്യ മിഷൻ പറഞ്ഞയക്കാൻ പോവുകയാണ്. അതിന്റെ ആവശ്യത്തിലേക്കായി ഒരു 60 ലക്ഷം രൂപ ആവശ്യമുണ്ട്. പെട്ടെന്ന് പണം ഒരു സൂട്ട് കേസിൽ നിറച്ച് സൻസദ് മാർഗിലെ ബൈബിൾ ഭവൻ എന്ന കെട്ടിടത്തിന് മുന്നിൽ നിങ്ങൾ തന്നെ കൊണ്ടുവരണം, അവിടേക്ക് ഒരാളെ വിടാം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട മൽഹോത്രയ്ക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി. ഇത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാണോ എന്തെന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് പറഞ്ഞു, ഞാൻ ഫോൺ മാഡത്തിന് കൊടുക്കാന്ന് പറഞ്ഞു.
ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡുകൾക്ക് ശേഷം ഫോണിൽ ഒരു സ്ത്രീ വരുന്നു. ആ ഫോൺ വാങ്ങിയ സ്ത്രീ ഇന്ദിരാഗാന്ധിയുടെ അതേ ശബ്ദത്തിൽ മൽഹോത്രയോട് പറയുന്നു, മിസ്റ്റർ മൽഹോത്ര, നിങ്ങൾ പണവുമായി വന്ന് ബൈബിൾ ഭവന് മുന്നിൽ വരണം. അവിടെ ഞങ്ങളുടെ ഒരു സീക്രട്ട് ഏജന്റ് ഉണ്ടാകും. അയാൾ നിങ്ങളോട് ബംഗ്ലാദേശ് കാ ബാബു എന്ന കോഡ് വേർഡ് പറയും. അപ്പൊ നിങ്ങൾ തിരിച്ച് ബാററ്റ് ലോ എന്ന കോഡ് പറയണം. തിരിച്ച് കോഡ് കേട്ട് ഉറപ്പിച്ച ശേഷം പണം അടങ്ങിയ സ്യൂട്ട് കേസ് ഏൽപ്പിക്കണം. പക്ഷെ എല്ലാം രഹസ്യമായിരിക്കണം എന്ന് പറയുന്നതും കോള് കട്ടായി. ഇയാൾക്ക് ഒരു സംശയം തോന്നിയില്ല മൽഹോത്രയ്ക്ക് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. മൽഹോത്ര ആ കോള് വിശ്വസിച്ചു. ഡെപ്യൂട്ടി ചീഫ് കാഷ്യറായ ബത്രിയെയും കൂട്ടി 60 ലക്ഷം രൂപയെടുത്ത് സൻസദ് മാർഗിലെ ബൈബിൾ ഭവനിലെത്തി. അവിടെ നല്ല വെളുത്ത് ഉയരമുള്ള ഒരാൾ വന്നു. ബംഗ്ലാദേശ് കാ ബാബു എന്ന കോഡ് പറഞ്ഞു. അയാൾ കാശ് വാങ്ങി. ഇയാൾ തിരിച്ച് കോഡ് പറഞ്ഞു, കാശും വാങ്ങി. മൽഹോത്രയോട് ഈ കാശ് വാങ്ങിയ ആൾ പറഞ്ഞു, നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് വൗച്ചറൊക്കെ വാങ്ങിക്കോ എന്ന് പറഞ്ഞു. എന്നാൽ മൽഹോത്ര അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഈ വഴിക്കൊക്കെ പോയപ്പോൾ മനസ്സിലായി സംഭവം വലിയ തട്ടിപ്പായിരുന്നു. റുസ്തം സൊഹറാബ് നാഗർവാലയാണ് ഹക്സർ എന്ന് പറഞ്ഞ ബാങ്കിലേക്ക് വിളിച്ചതും എന്ന് മനസ്സിലായി. കേസായി. പോലീസ് വലിയ അന്വേഷണമായി. നാണക്കേടായല്ലോ, പ്രധാനമന്ത്രി ഉൾപ്പെട്ട കേസായി മാറിയില്ലേ. ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പരിപാടി വഴി നാഗർവാലയെ പോലീസ് പിടിച്ചു. 5000 രൂപ മാത്രമേ ചെലവാക്കി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി കിട്ടി. മൽഹോത്രയെ അന്വേഷണത്തിന് ശേഷം ബാങ്ക് പിരിച്ചുവിട്ടു, ഈ കാഷ്യറെ. ഇതാണ് നാഗർവാല കേസ്. ഈ കേസാണ് ഇപ്പോൾ BJP എടുത്ത് പാർലമെന്റിൽ എടുത്ത് അലക്കുന്നത്. അന്ന് മുതൽ ഇന്ദിരാഗാന്ധിക്ക് തുടങ്ങിയ ചീത്തപ്പേര് മരിച്ച് മണ്ണടിച്ച് ഇത്രയും കാലം കഴിഞ്ഞിട്ടും വിട്ടൊഴിയുന്നില്ല. പലരും അന്നും ഇന്നും ഇന്ദിരാഗാന്ധിയുടെ പങ്കിനെ കുറിച്ചുള്ള പല കഥകളും പറയുന്നുണ്ട്. എങ്ങനെയാണ് മൽഹോത്ര ഒറ്റയടിക്ക് ഇന്ദിരയാണ് എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചത് എന്ന് തുടങ്ങി ബംഗ്ലാദേശ് ഓപ്പറേഷന് വേണ്ടി റോയുടെ ആവശ്യപ്രകാരമാണ് ഈ പണം പിൻവലിക്കപ്പെട്ടത് എന്ന കെട്ടുകഥയുണ്ട്. നാഗർവാലയുമായി ഇന്ദിരയ്ക്ക് ബന്ധമുണ്ടെന്നും ഇല്ലെന്നും പറയുന്ന കഥകളുണ്ട്. ഏറ്റവും അവസാനം എല്ലാവരെയും സംശയത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു 1982 ജപ്പാനിലെ സുസുക്കി എന്ന കാർ നിർമ്മാണ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സർക്കാർ മാരുതി ഉദ്യോഗ് ലിമിറ്റഡിന് രൂപം നൽകി. അപ്പോൾ അതിൻ്റെ ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ ആയത് ഈ ബാങ്കിൻ്റെ അതേ കാഷ്യറായിരുന്ന ഇയാളായിരുന്ന മൽഹോത്ര തന്നെയായിരുന്നു. അങ്ങനെ പല പല സംശയങ്ങൾ പലരും ആ കാലങ്ങളിലൊക്കെ ഉന്നയിച്ചു കൊണ്ടിരുന്നു. ആ സംഭവങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ നമ്മുടെ പാർലമെന്റിൽ വലിയ ചർച്ചയായതും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ തർക്കത്തിനൊക്കെ ഇടവെച്ചതും. ഈ സംഭവം എത്ര പേർക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്ന് കമന്റ് ഇടണേ.